لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبربك لنسألنهم أجمعين സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരെ അധികാരമേൽക്കുന്ന ഒരു തിരക്കിലാണ്. അവരധികാരമേൽക്കുമ്പോൾ അവരുടെ സത്യപ്രസ്താവനയും സത്യപ്രതിജ്ഞയും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ജനുവരി മാസത്തിൽ 2026 അതിന്റെ ആദ്യത്തിൽ, അതിന്റെ 1-ാം തീയതി തന്നെ ന്യൂയോർക്ക് നഗരത്തിലെ 112ാമത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഒരു മുസ്ലിം മേയർ ഇന്ന് പത്രത്തിലൊക്കെ മുൻപേജുകളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വാർത്തയാണ് സഹറാൻ മംദാനിയുടെ ഖുർആൻ തൊട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ. 2020 മുതൽ 2025 വരെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ തൊട്ടുകൊണ്ടുള്ള പ്രതിജ്ഞ ചർച്ച ചെയ്യും, വലിയ വാർത്തയാവും. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നമ്മളൊക്കെ കണ്ടു. ചില ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ചില ആളുകൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ചില ആളുകൾ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു, മറ്റു ചില ആളുകൾ മറ്റാരുടെയെങ്കിലൊക്കെ പേര് വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്? എന്താണ് ഈ സത്യം എന്ന് പറയുന്നത്? താൻ പറയുന്നത് സത്യമാണ് എന്ന് മറ്റുള്ളവരെ അങ്ങ് ബോധ്യപ്പെടുത്തുക.
അതിന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ സാക്ഷിയാക്കി 100% ഞാൻ ഈ കാര്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. അതാണല്ലോ സത്യം, സത്യപ്രതിജ്ഞ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒന്നിനെ സാക്ഷിയാക്കിയിട്ടാണ് ആളുകൾ സത്യം ചെയ്യാറ്. ഒന്നെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ സാക്ഷിയാക്കി സത്യം, നമ്മൾ പൊതുവെ കാണുന്നതാണ്. അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ സാക്ഷിയാക്കി അവൻ സത്യപ്രതിജ്ഞ ചെയ്യും. അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ പിടിച്ച് അവൻ സത്യം ചെയ്യും. അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന രാജ്യത്തെ പിടിച്ചിട്ട് അവൻ സത്യം ചെയ്യും. അല്ലെങ്കിൽ അവന്റെ മാതാവിനെയോ പിതാവിനെയോ മറ്റാരെയെങ്കിലും ഒക്കെ വിളിച്ച് പിടിച്ച് സത്യം ചെയ്യും. ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ വാഗ്ദാനം, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം അത് പൂർണ്ണമായി പാലിക്കും. ലംഘിച്ചാൽ, ഞാൻ ചെയ്യുന്ന ഈ സത്യം ലംഘിച്ചാൽ ഞാൻ ശിക്ഷക്ക് അർഹത ഉള്ളവനാണ് എന്നുകൂടി സത്യപ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സത്യം ചെയ്താൽ അത് ലംഘിക്കുന്നത് ധാർമ്മികമായും നിയമപരമായും വലിയ കുറ്റമാണ്. കോടതിയോ നിയമപരമായ അധികാരികൾക്ക് മുമ്പിലോ സത്യം ചെയ്ത ശേഷം കളവ് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ലംഘനത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വേറൊരു ഭാഗം. എന്നാൽ മതങ്ങളുടെ ഭാഗത്തേക്ക് എടുത്തു വരുമ്പോൾ എല്ലാ മതങ്ങളും സത്യം ലംഘിക്കുന്നതിനെതിരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യം ലംഘിച്ചാൽ പ്രായശ്ചിത്തമുണ്ട്. അതൊരു വലിയ പാപമായിട്ടാണ് കാണുന്നത്. ഹിന്ദുമതവും അതൊരു അധർമ്മമായി കാണുന്നു. ക്രിസ്തുമതം പ്രധാനപ്പെട്ട 10 കൽപ്പനകളുടെ ലംഘനമായിട്ടാണ് സത്യലംഘനത്തെ കാണുന്നത്. ഇവിടെയാണ് ഇസ്ലാം പറയുന്ന സത്യപ്രതിജ്ഞ. ഇസ്ലാം ഈ സത്യപ്രതിജ്ഞയെ കുറിച്ച് എന്തു പറയുന്നു? ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തതായിട്ട് നമുക്ക് ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ റബ്ബാണ് സത്യം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ റബ്ബാണ് സത്യം. ഇത് അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിജാലങ്ങളെ വെച്ചുകൊണ്ട് അല്ലാഹ് സത്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പല സൂറത്തുകളും നമുക്കറിയാം. വശംസി വളഹാഹ, സൂര്യൻ, അതിന്റെ പ്രഭ, അതിന്റെ വെളിച്ചം തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, ചന്ദ്രൻ അതിങ്ങനെ തുടർന്ന് വരുന്നത് തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, പകലിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ, രാത്രി അതിങ്ങനെ മറഞ്ഞു പോകുന്നത് തന്നെയാണ് സത്യം. വസ്സമാഇ വമാ ബനാഹ, ആകാശം അതിങ്ങനെ സ്ഥാപിച്ചത് തന്നെയാണ് സത്യം. വല്ലർദി വമാ തഹാഹ, ഭൂമി ഇങ്ങനെ വിധാനിച്ചത് തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, രൂപപ്പെടുത്തിയ നിങ്ങളുടെ ശരീരം തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരു സൂറത്തിൽ തന്നെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ള
ഒരുപാട് വസ്തുക്കളെ വെച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നു ഇതൊക്കെ തന്നെയാണ് സത്യം. ഇത് റബ്ബിന്റെ അധികാരമാണ്. ഇത് റബ്ബിന്റെ അധികാരമാണ്. അള്ളാഹ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അത് മനുഷ്യരായ നമ്മളുടെ അധികാരത്തിൽപ്പെട്ടതല്ല. നമ്മൾ ആരെ വിളിച്ചാണ് സത്യം ചെയ്യേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. സൃഷ്ടികളെ വിളിച്ച് സത്യം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അദബ് പഠിപ്പിക്കുന്നതാണ്. നമസ്കാരത്തിന് നിൽക്കുന്ന ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബ് പഠിപ്പിക്കുന്നിടത്ത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ സഫുകളൊക്കെ വളരെ കൃത്യമായി അണിയിപ്പിച്ചു നിൽക്കണം. നിങ്ങൾ അടുത്തടുത്ത് നിൽക്കണം. അതിന്റെ വിടവുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ കഴുത്തുകളൊക്കെ നേരെയാക്കി നിൽക്കണം. അല്ലാഹുവേ സത്യം, എന്റെ റൂഹ് ആരുടെ കയ്യിലാണോ അവരെയാണേ സത്യം. റസൂലുള്ള സത്യം ചെയ്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ള ചന്ദ്രനെ വിളിച്ചല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള ആദം നബിയെ വിളിച്ചല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള ഖുർആനിനെ വിളിച്ചല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള കഅബയെ വിളിച്ചിട്ടല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള വാപ്പാനെ വിളിച്ചിട്ടല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ള ഉമ്മയെ വിളിച്ചിട്ടല്ല സത്യം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക. എന്നിട്ട് റസൂലുള്ള ഈ ഹദീസ് ഈ അദബ് പഠിപ്പിക്കുന്നതായിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നി ലഅറ ശൈത്താൻ, ഞാൻ പിശാചിനെ കാണുന്നുണ്ടോ. യദ്ഖുലു മിൻ ഖലലിസ് സഫ്, നിങ്ങൾ സഫുകൾക്കിടയിൽ ഇങ്ങനെ വിടവുണ്ടെങ്കിൽ, നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ സഫുകൾക്കിടയിൽ വിടവിട്ടിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ചെലുത്താൻ ആ വിടവിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും. ഏതുപോലെ ഒരു വിടവ് കണ്ടാൽ ആ വിടവിലേക്ക് പക്ഷികൾ പ്രവേശിക്കുന്നത് പോലെ പിശാച് പ്രവേശിക്കുന്നു. ഇവിടെ റസൂലുള്ള ഒരു അദബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് പഠിപ്പിക്കുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സത്യം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാനെ വിളിച്ചിട്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അള്ളാഹിന്റെ മറ്റൊരു സൃഷ്ടിയെ വിളിച്ചിട്ട് സത്യം ചെയ്യാൻ പാടില്ല. മാതാപിതാക്കൾ, പള്ളി, ഖുർആന്, ഔലിയാക്കൾ, മുന്ന് കഴിഞ്ഞ ആളുകൾ, പ്രവാചകന്മാർ, ഇതൊക്കെ ആളുകൾ സാധാരണ പറയുന്നതാണ്. എന്റെ വാപ്പയാണ് സത്യം. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ഖുർആനാണ് സത്യം. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. കഅബയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം. ഇങ്ങനെയുള്ള സത്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളിങ്ങനെ തന്റെ വാപ്പയാണ് സത്യം എന്ന് റസൂൽ പറഞ്ഞു. അല്ല, അറിയണം, ഇന്നല്ലാഹ യൻഹാകും, തീർച്ചയായും അല്ലാഹു വിരോധിച്ചിരിക്കുന്നു, അൻ തഹരിഫു ബിആബാഇകും, നിങ്ങളുടെ വാപ്പാനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്ത് അല്ലാഹു വിരോധിച്ചിട്ടുണ്ട്. ഫമൻ കാന ഹാലിഫൻ, ഇനി നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അല്ലാഹുവിനെ വിളിച്ചിട്ട് സത്യം ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിലോ ഫൽയസ്മുത്, നിങ്ങൾ മിണ്ടാതിരുന്നോളേ, സത്യം ചെയ്യണ്ട. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യം, അവരെ വിശ്വസിക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന, അവരെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച അല്ലാഹു, അവരെ വിളിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്.
മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ എന്ന് പോലും പറഞ്ഞു. അല്ലാഹ് അല്ലാത്ത ഒരാളെ വിളിച്ച് സത്യം ചെയ്യാമെങ്കിൽ അവൻ കഫറ, അവൻ നിഷേധിയായി മാറുകയാണ്. അതുപോലെ തന്നെ ഒരു സത്യം എന്ന് പറയുന്നത് താൻ പറയുന്ന കാര്യം ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടിയില്ല. ഇതൊക്കെ ആളുകൾ ബിസിനസ്സിൽ ഉപയോഗിക്കും. ഒരു കച്ചവടക്കാരൻ എപ്പോ പറയും, തൊട്ടതിന് പിടിച്ചതൊക്കെ വല്ലാഹി എന്ന് പറയുക, അള്ളാഹാണ് സത്യം, ഇത് നല്ലതാണ്, എന്റെ ഉമ്മയാണ് സത്യം, ഇത് പുതിയ സ്ഥാപനമാണ്. അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ നിങ്ങളിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ സത്യം ചെയ്യരുത്. ഇയ്യാകും വകസ്റത്തുൽ ഹൽഫ്, അത് അള്ളാഹനെ വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ സത്യം ചെയ്യാം, ആവശ്യമില്ലാത്ത സത്യം ചെയ്യാം. അതിനൊരു പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇയ്യാകും വകസ്റത്തുൽ ഹൽഫ്, നിങ്ങൾ അധികരിച്ച് സത്യം നിങ്ങൾ സൂക്ഷിക്കണം. ചില ബിസിനസ്സിലൊക്കെ ആളുകൾ ഇങ്ങനെ സത്യം പറഞ്ഞ് താളമായിട്ടും അപ്പൊ ആളുകൾ ഇയാൾ അള്ളാഹനെ പേടിയുള്ളവരാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കച്ചവടം നടത്തുമ്പോ, ബിസിനസ് നടത്തുമ്പോ നിങ്ങൾ വെറുതെ ഇങ്ങനെ സത്യം ചെയ്യരുത് കേട്ടോ. കാരണം ചിലപ്പോൾ ഉണ്ടാവും, ആ ബിസിനസ്സിന് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോത്സാഹനം ഉണ്ടാവും. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു സാധനം വാങ്ങാൻ പോയാൽ അത് എന്ന് പറയുമ്പോ അയാൾക്കും കേൾക്കുന്ന ആൾക്കും അത് വാങ്ങാൻ വന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായ ഒരു മമതട്ടാവും. റസൂൽ പറയുന്നു, അത് പ്രോത്സാഹനം ഉണ്ടാവും. എന്നിട്ട് റസൂൽ അവിടെ നിർത്തിയില്ല, പക്ഷേ ആത്യന്തികമായി അത് നിങ്ങൾ അങ്ങ് നശിപ്പിക്കും. അങ്ങനെ ആവശ്യമില്ല, നിങ്ങൾ ആവശ്യമുള്ളിടത്ത് മാത്രം സത്യപ്പെടും. കണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ വെറുതെ 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 പറയുന്നതല്ല ഈ സത്യം. അപ്പോ ഈ സത്യപ്രസ്താവനകളും സത്യപ്രതിജ്ഞകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സത്യം എന്ന് പറയുന്നത് അത് ഒരു തമാശ അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ ഇങ്ങനെ സത്യം സ്വീകരിക്കാത്ത ആളുകൾ അവഗണിക്കണം. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞാൽ അപ്പൊ സത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മളുടെ കാര്യം സത്യം ചെയ്യുമ്പോൾ സത്യം വരുമ്പോൾ അതൊക്കെ ആലോചിച്ച് കൃത്യമായി അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അത്തരം പ്രതിജ്ഞകൾ എടുക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നമ്മൾ പറഞ്ഞു വന്നത് സത്യവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ചില കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമാണ്. ഇതൊരു നിസ്സാരമല്ലായിരുന്നു. ഒരു വിശ്വാസിയും അള്ളാഹുവും തമ്മിലുള്ള കരാറാണ്, വാഗ്ദാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കും. ഇതെങ്ങാനും ലംഘിച്ച ഒരാൾ സത്യം ചെയ്തിട്ട് അതിൽ നിന്ന് ആ സത്യലംഘനം വന്നാൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രായശ്ചിത്തം, അതിലൊന്ന് സത്യം ലംഘിച്ചു 10 പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണം കൊടുക്കും. അതിന് അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കും. അതിന് കഴിയുന്നില്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കും. ഖുർആൻ പറയുന്നൊരു സംഗതിയാണ്. അപ്പൊ അത്ര ഗൗരവമുള്ള സംഗതിയാണ് ഈ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാഹി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് മുമ്പേ നമ്മളൊന്ന് ശരിക്കും ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന സത്യം ചെയ്താൽ അത് പൂർണ്ണമായി പാലിക്കാൻ സാധിക്കും. വെറുതെ സത്യം ചെയ്യാതിരിക്കുക, സത്യം ചെയ്യുമ്പോൾ അള്ളാഹനെ വിളിച്ച് മാത്രം സത്യം ചെയ്യുക. വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാധാന്യമുണ്ട്, കാബക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്, പള്ളികൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ സത്യം ചെയ്യാൻ അവരെ ആരെയും ഉപയോഗിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിർദ്ദേശം. അല്ലാഹു